നമസ്കാരം. ഒരു രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അതിനേറ്റവും പ്രധാനമായി പങ്കുവഹിക്കുന്നത് എൻജിനീയറിംഗ് മേഖലയാണ്. അത് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആയിക്കോട്ടെ. അത്തരത്തിൽ റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പുതിയ പുതിയ മെഷീനറികൾ, പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്ന, അതുകൂടാതെ മറ്റ് ഒരുപാട് മെഷീനറികളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അത്തരത്തിലേറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് TV കേരളയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം ജില്ലയിലെ ചിങ്ങവനം MC റോഡിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പെരുമാച്ചേരിൽ ഫൗണ്ടറി മാനുഫാക്ചറിങ് ഓഫ് റബ്ബർ പ്രോസസ്സിംഗ് മെഷീൻ. സ്വദേശത്തും വിദേശത്തുമെല്ലാം ഈ മെഷീനുകൾ നിർമ്മിച്ച് ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ, ഫാക്ടറികളൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ കൂടുതൽ അറിവുകളെക്കുറിച്ച് നമുക്കൊന്ന് പങ്കുവെക്കാം. പെരുമാച്ചേരിൽ ഫൗണ്ടറി മാനുഫാക്ചറിങ് ഓഫ് റബ്ബർ പ്രോസസ്സിംഗ് മെഷീൻസ്, അതിൻ്റെ പ്രിയപ്പെട്ട പ്രൊപ്പറേറ്റർ അബ്രഹാം സക്കറിയ സാറാണ് എന്നോടൊപ്പമുള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. 40 വർഷത്തിലേറെയായി സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ഇവിടെ എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നത്? ഞങ്ങൾ പ്രധാനമായിട്ടും റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള മെഷീനറികൾ, അതിന് വേണ്ടിയ യന്ത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശരി. ഇപ്പോൾ റബ്ബർ മാനുഫാക്ചർ എന്തൊക്കെ മെഷീനറി, പ്രധാനമായിട്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾക്കുള്ളതാണ് നമ്മൾ? അതായത് റബ്ബർ ഹവായ് ചപ്പൽ തൊട്ട് ടയർ, റബ്ബർ മാറ്റുകൾ, അതുകൂടാതെ ഇൻഡസ്ട്രിയലായിട്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റബ്ബർ വെച്ചിട്ടുള്ള എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള മെഷീനറികളും ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ശരി. സാറിൻ്റെ വീടിൻ്റെ വാതിൽ മനോഹരമായൊരു മാറ്റ് ഞാൻ കണ്ടു, വളരെ ലെങ്തി ഒരു മാറ്റ്. അതെ, അത് ശരിക്കും നമ്മൾ ഇവിടെ നിർമ്മിച്ച് നൽകിയ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്? തീർച്ചയായിട്ടും. അത് വികാസ് റബ്ബേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അത്രയും വലിയ, അതൊരു 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുള്ള ഒരു വലിയ ഹൈഡ്രോളിക് പ്രസ്സാണ്. അതിലാണ് അത് നിർമ്മിച്ചത്. അത് ശരി. അപ്പം അവർക്ക് അവരുടെ ഒരു ഉൽപ്പന്നം നമ്മുടെ വീട്ടിൽ തന്നു. അത് നമ്മുടെ ഒരു സന്തോഷം, അവർക്കൊരു സന്തോഷം. അതെ, അത്ര തന്നെ. നമ്മൾ സ്വദേശത്തും വിദേശത്തൊക്കെ മെഷീനറികൾ സപ്ലൈ ചെയ്യാറുണ്ടോ? മെഷീനറികൾ നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്കും മെഷീനറി കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ശരി. അപ്പോൾ കേരളത്തിൽ നമ്മൾ എവിടെയാണ്? ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളിലാണോ അതോ നമ്മൾ ഫാക്ടറികളിലാണോ? എങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഈ മെഷീനറികൾ ആവശ്യമുള്ളത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ധാരാളം റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരുപാടുണ്ട്. അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ പൂന്തുരുത്ത്, ചങ്ങനാശ്ശേരി, അതുകൂടാതെ അങ്ങനെ എവിടെ ഈ കേരളത്തിലൊട്ടാകെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. ശരി. അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, എന്താണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് തിരിയാൻ കാരണം? ഇത് റബ്ബർ മാനുഫാക്ചറിങ് നിർമ്മാണ അത് സത്യത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് ആദ്യം കടന്നു വന്നത്. പിന്നീട് എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു.
ഫാദർ ഇപ്പോഴും ഉണ്ട്. ഫാദറിന് ശേഷം ഞാനത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി. അത് കോട്ടയത്തിന്റെ ഒരു തനതായ ഉൽപ്പന്നമാണല്ലോ റബ്ബർ. അതിനെ നമ്മുടെ സ്വന്തം എന്ന് പറയാം. അപ്പം അത് ആ റബ്ബർ പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീനറികൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വന്നു. പിന്നെ ഇതിനോട് ഈ എഞ്ചിനീയറിംഗ് മേഖലയിലോട്ടുള്ള ഒരു താല്പര്യവും ഉണ്ട് ഇതിന്റെ പിന്നിൽ. അതാണ് മെയിൻ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഡെഡിക്കേഷനും അതുപോലെ ഇതിനോടുള്ള ഒരു പാഷനും ഉണ്ട്. തീർച്ചയായും. അത് രണ്ടും അത് ഏത് പ്രൊഫഷനായാലും ഉണ്ടാവണമല്ലോ. അത് തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഉണ്ടാകണം. അപ്പം ഇതിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് തുടരുന്നത്. കാരണം ഞങ്ങളവിടെ നിന്നപ്പോൾ കണ്ടു, ഒരു മെഷീൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ടെക്നീഷ്യൻ വിളിച്ചു, സാർ എന്താ ചെയ്യേണ്ടത്, അത് ഇന്നെ ഒന്ന് മാറി നോക്കുമെന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ ടക്കേ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ഡെഡിക്കേഷൻ ഞങ്ങൾക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ ഈ റബ്ബർ ഇതിനുള്ള മെഷീനറി അല്ലാതെ മറ്റ് മെഷീനറികളും നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. മെഷീനറി മാത്രമല്ല, ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ മറ്റ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ വേറെ ഇപ്പം ISROയിലുള്ള ഒരു മെഷീനുണ്ട്. അതിനൊരു റിപ്പയർ ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർഡർ ഇപ്പം നമുക്കുണ്ട്. ശരി. പിന്നെ അതുകൂടാതെ ISROയിൽ നമ്മൾ മെഷീൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പല റബ്ബർ ബോർഡ്, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, പല ക്രംബ് റബ്ബർ ഫാക്ടറികൾ. ശരി. അപ്പോൾ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ്. ഉണ്ട്. ആ ഒരു ഡെഡിക്കേഷനിലാണ് നമ്മൾ പോകുന്നത്. അതിനുള്ള യന്ത്രങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളും നമ്മുടെ കൈവശം ഉള്ളിടത്തോളം എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഏത് കാര്യവും നമുക്ക് ടേക്കപ്പ് ചെയ്ത് ഒരു കോൺഫിഡൻ്റ് ആണ് നമ്മൾ. അത് തീർച്ചയായിട്ടും. അല്ല, ഞാൻ ജസ്റ്റ് രാവിലെ ഒന്ന് നോക്കിയപ്പോൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വിവിധ മെഷീനറികളാണ് കാണാൻ പറ്റിയത്. പക്ഷേ എനിക്ക് എല്ലാത്തിനും എൻ്റെ പേര് മനസ്സിലായില്ല. അപ്പോൾ എന്തൊക്കെ മെഷീനറികളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിന് വേണ്ടിയത് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഒരു ലെയ്ത്ത് എന്ന് പറയുന്നൊരു മെഷീനുണ്ട്. അതിലാണ് നമ്മൾ ഇരുമ്പ് കടയുന്നത്. അതുകൂടാതെ നമുക്ക് പ്ലെയിനിങ് മെഷീൻസ് ഉണ്ട്, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് മെഷീൻസ് ഉണ്ട്. അതായത് നമ്മുടെ സാധാരണ ഓർഡിനറി വെൽഡിംഗ് ഇലക്ട്രോഡ് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നത് കൂടാതെ മിഗ് വെൽഡിംഗ്, പിന്നെ ഉണ്ടല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്ക് നമ്മൾ ചെയ്യാത്ത ടിഗ് വെൽഡിംഗ് നമുക്ക് അതിനുള്ള ഉപകരണം ഉണ്ട്. ഞങ്ങളത് അധികം ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് SAW സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ വെൽഡിംഗ് മെഷീൻസ് ഉണ്ട്. പിന്നെ മെഷീനറികൾ പല തരത്തിലുള്ള ഷേപ്പർ, പിന്നെ ഷേപ്പിംഗ് മെഷീൻ, അങ്ങനെയുള്ള എല്ലാ മെഷീൻസും ഉണ്ട്. ശരി. നമ്മളിത് കൊണ്ടുപോയി മെഷീൻ നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് അവിടെ ചെയ്യാറുണ്ടോ അതോ എങ്ങനെയാണ്? അതായത് ഇപ്പം നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ് എന്ന് പറയുന്നത് ഓരോ കസ്റ്റമർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ടൈലർ മെയ്ഡാണ്. അതായത് നമുക്ക് മുൻകൂട്ടി ഇത് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അത് ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ റിക്വയർമെൻറ്റ് പറയുന്നതനുസരിച്ച് ആണ് നമ്മൾ മെഷീനറിയുടെ ഉൽപ്പാദനം തുടങ്ങുന്നത്. എന്നിട്ട് അത് അവരുടെ ഫാക്ടറികളിൽ എത്തിച്ച് അത് ഫിറ്റ് ചെയ്ത് ട്രയൽ എടുത്ത് പ്രൊഡക്ഷൻ എടുത്ത് കാണിച്ചു കൊടുത്ത് ആണ് അത് പൂർത്തീകരിക്കുന്നത്. ശരി. ആഫ്റ്റർ സർവീസിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായാൽ, എന്തെങ്കിലും അവർക്ക് ഒരു റിപ്പയറോ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. ശരി. അതുപോലെ നമ്മൾ പറഞ്ഞത് വെൽഡിംഗ് മെഷീൻസ് മാത്രമാണ് പറഞ്ഞത്, അതല്ലാതെ ഒരുപാട് മെഷീനറി ഉണ്ട്. നമുക്ക് പൽചക്രങ്ങൾ ഉണ്ടാക്കാനുള്ള ഗിയർ ഹോബിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഹൊറിസോണ്ടൽ ബോറിംഗ് മെഷീൻ ഉണ്ട്. ലെയ്ത്തുകൾ പലതുണ്ട്. പ്ലെയിനറുണ്ട്, പ്ലെയിനോ മില്ലറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ മുമ്പേ കണ്ട ഒരു പൈപ്പ് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലുള്ള വലിയ ഒരു 1/2 മീറ്റർ ഡയമീറ്റർ വരെയുള്ള പൈപ്പുകൾ കട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള മെഷീനറികളെല്ലാം ഉണ്ട്. ഇനിയും പല കാര്യങ്ങളും ചെയ്യാനായിട്ടിരിക്കുന്നു. പുതിയ മെഷീനറികൾ വാങ്ങണം. അങ്ങനെ ആണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ പെരുമച്ചേരിൽ ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള ചില പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ മെഷീനറിയിൽ തന്നെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം അല്ല, പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടേതായ ചില ട്രേഡ് മാർക്കുകൾ, ചിലതായ ട്രേഡ് സീക്രട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതുണ്ടാവും. അത് നമ്മുടെ മെഷീനറി മാനുഫാക്ചർ ചെയ്യുന്നതിനകത്ത് നമ്മൾ അത് അത് മെഷീൻ ചെയ്ത് അല്ലെങ്കിൽ ആ മെഷീനറി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രക്രിയ, ആ ചില രീതികൾ മറ്റൊരാൾക്കും അവലംബിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല. നമ്മുടെ നമ്മുടേതായിട്ടുള്ള ചില സീക്രട്ടുകളുണ്ട്. അല്ല, അതിനോട് കസ്റ്റമേഴ്സ് ഇവിടുന്ന് ഉപകരണങ്ങൾ വാങ്ങിയ അല്ലെങ്കിൽ മെഷീനറി വാങ്ങിയ ആളുകൾ പറഞ്ഞത് പെരുമച്ചേരിൻ്റെതായ കുറേ ട്രേഡ് മാർക്കുകളുണ്ട്. അതായത് കാര്യം അത്രയ്ക്ക് ഫിനിഷിങ് ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കംപ്ലൈൻറ്റ് പറയാൻ നമുക്കില്ല എന്ന് പറയുന്നത്. അത് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ആ മെഷീൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏതറ്റം വരെയും പോയി അത് വളരെ കൃത്യതയോടുകൂടിയേ ചെയ്യത്തുള്ളൂ. അതാണ് മറ്റുള്ള മെഷീനറികളുമായിട്ട് നമ്മളുണ്ടാക്കുന്ന മെഷീൻ്റെ വ്യത്യാസം. ശരി. വളരെ അതിനുള്ള ഉപകരണങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഏറ്റവും പ്രിസൈസായിട്ടാണ് മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓർഡറുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഓർഡറുകൾ സ്വീകരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ
നേരിട്ട് ബന്ധപ്പെടണോ ഓൺലൈനിലാണോ? അതാണ് ഞാൻ നമ്മളെ നേരിട്ട് ബന്ധപ്പെടാറാണ് പതിവ്. ശരി. ആൾക്കാർക്ക് നമ്മളെ പറ്റി അറിയാം, മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു പേരുള്ളത് കൊണ്ട് നമ്മളെ നേരിട്ട് വന്ന് അപ്രോച്ച് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ് പറയുന്നതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ഈ മെഷീനറി മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ മെഷീനറികളൊക്കെ നിർമ്മിക്കുമ്പോൾ സ്കിൽഡ് ലേബറിൻ്റെ സേവനം ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയമാണ്. ആത്മാർത്ഥതയോടെ സേവനമനുഷ്ഠിക്കുന്ന കുറേ സ്റ്റാഫുകൾ, അത് കുറേ വർഷങ്ങളായവരുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇല്ല, തീർച്ചയായിട്ടും ഇത് എൻ്റെ മാത്രം ഒരു കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ്, അവരുടെ ഒരു ഡെഡിക്കേഷനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് അവരെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ശരി. അവരുടെ ഒരു പിന്തുണയോടുകൂടിയാണ് നമുക്കിത് സാധിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി. അതുപോലെ നമ്മൾ പുതിയ പിന്നെ റബ്ബർ ഉൽപ്പാദനത്തിനുള്ള മെഷീനറി അടുത്ത സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് ചങ്ങനാശ്ശേരി, പൂന്തുരുത്ത്, അങ്ങനെ കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് താങ്കളുടെ? ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോളിക് പ്രസ്, റബ്ബർ മിക്സിംഗ് മില്ല്, അങ്ങനെയൊക്കെയുള്ള സാധാരണ കൺവെൻഷണൽ മെഷീൻസ് കുറേ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ നിരയിലേക്ക് വേറെ ഒന്ന് രണ്ട് മെഷീനറി, അതായത് ഉൽപ്പാദനം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള അതിന് പറ്റിയ മെഷീൻസ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞങ്ങൾ അധികം താമസിക്കാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ശരി. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റൊക്കെ തുടങ്ങാൻ പോകുന്ന ആളുകളോട് ഇത്രയും വർഷത്തെ സേവന പരിചയമുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? അതായത് പുതിയ സംരംഭകർ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അവർക്ക് വേണ്ടിയത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷീൻസാണ് അവർക്ക് വേണ്ടത്. കാരണം ആ ഒരു നല്ല മെഷീൻ ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അവരുടെ അതിന് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അവരുടെ പ്രോഡക്റ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതെ. അത് തന്നെയല്ല, ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് മെഷീനറി മോശമായ ഒരു രീതിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. കസ്റ്റമർ കംപ്ലൈൻറ്റ് പറയും. നല്ല മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ വേറെ തലവേദനകളില്ലാതെ നമുക്ക് മുന്നോട്ട് പ്രസ്ഥാനം കൊണ്ടുപോകാൻ സാധിക്കും. നമുക്കിപ്പോൾ എവിടെയാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇത് ഇവിടെ കോട്ടയത്ത് ചിങ്ങവനം എന്ന് പറയുന്നത് കോട്ടയത്തു നിന്ന് നമ്മൾ ചങ്ങനാശ്ശേരി റൂട്ടിൽ MC റോഡ് സൈഡിലാണ്. MC റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത്. ശരി. എന്തായാലും വളരെ ഒരു പ്രത്യേക മേഖലയാണിത്. അതിൻ്റെ അറിവുകൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന താങ്കൾക്ക് പ്രത്യേക നന്ദി. വളരെ തിരക്കുള്ള സമയത്തും ചാനലിലെ എല്ലാവിധ ആശംസകളും, ഇനി ഒരുപാട് വിവരങ്ങളിലെത്തുവാൻ എല്ലാവിധ ആശംസകളും. ശരി. അപ്പോൾ നമ്മൾ റബ്ബർ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇദ്ദേഹത്തെ പോലുള്ള ലെജൻഡുകളാണ് അതിൻ്റെ പിന്നിൽ, മെഷീനറികളുടെ പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളും മെഷീനറികളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പെരുമാച്ചേരി ഫൗണ്ടറിയെ ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ്. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. പ്രിയപ്പെട്ട പ്രൊപ്പറേറ്റർ അബ്രഹാം സക്രിയ സാറിനും എൻ്റെ മീഡിയ ടീമിനും പ്രിയപ്പെട്ട എൻ്റെ ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.